എന്റെ മകൾ ഷക്കീല എന്നവളെ അബ്ദു എന്നവർക്ക് കാൽപവൻ സ്വർണവള മഹറിന് പകരമായി ഇണയാക്കി തുണയാക്കി ഹലാലായ ഭാര്യയാക്കി അള്ളാഹുവിനെ മുൻനിർത്തി നിക്കാഹ് ചെയ്തു തരുന്നു. ഞാൻ സ്വീകരിച്ചു, പൊരുത്തപ്പെട്ടു. മുഹമ്മദൻ റസൂലുള്ളാഹ് അയ്യല സലാം അയ്യല സലാം അയ്യല ഫലാ أيال الفلاح الصلاة خير من النوم الصلاة خير من النوم الله أكبر الله أكبر لا إله إلا الله إن الله مع الصابرين അള്ളാഹു ക്ഷമിക്കുന്നവന്റെ കൂടെയാണ്. ഇത്രയും കാലം അബ്ദുവിനെ നിങ്ങൾ തീറ്റിപ്പോറ്റിട്ട് ഓ നിങ്ങളോട് പോക്കിത്തരല്ലേ കാണിച്ച്, എന്നിട്ടും നിങ്ങൾ ശ്രമിച്ചില്ലേ? അപ്പൊ ശറനും ശരിയാത്തിനെതിരായിട്ട് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. തെറ്റിപ്പോയടോ, പറഞ്ഞാവോ അനുസരിക്കുമെന്ന് നമ്മൾ വിചാരിച്ചു പോയി. സാരല്ല, കുട്ടിമൂസന്റെ തടിമല് റൂഹുള്ള കാലത്തോളം ഇങ്ങളെ ആര് മാനം കെടുത്താലും ശരി, ഇങ്ങളെ മാനം ഞാൻ കാക്കും. ഷക്കീലാനെ നിക്കാഹ് ചെയ്തയക്കാൻ പറ്റിയ ഒരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഈ ഹലാക്കിന്ന് തലയൊന്നും ഊരാതെ വെറുതെ അത് തൂക്കി ആലോചിച്ചിട്ട് എന്താ കാര്യം? ഈനൊക്കെ പരിഹാരം ഉണ്ടെന്ന്. അല്ലെന്ത് ഒരടി തള്ളണം. ശരി, അന്റെ ഈ ഗുദാമിലേക്കൊന്ന് എത്തണമെങ്കിൽ എന്റെ അല്ലോ മെമ്പറെ അത്യാവശ്യമായിട്ട് കാണേണ്ട കാര്യം ഉണ്ടായിട്ട് ആളെ പറഞ്ഞയച്ചത്. വന്ന് കാണാൻ ഒരു ഒഴിവ് കിട്ടണ്ട എന്റെ റഫീഖെ. ഫക്രുദ്ദീൻ ഹാജി വിവരമൊന്നും അറിയിച്ചില്ല. അതെ, മൊയ്തീൻ ഹാജി ആയിരുന്നു ഫക്രുദ്ദീൻ ഹാജിന്റെ ഭൂമി വാങ്ങാൻ നേറ്റിയിരുന്നത്. ശരി, പറയുമ്പോ നമ്മൾ രണ്ടു ഭാഗം ചിന്തിക്കണല്ലോ. അത് നടന്നെങ്കിലേ അനക്ക് തരാന്നാണ് സ്വർണം കൊണ്ടൊക്കെ അയാൾക്ക് തരാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇപ്പൊ തന്നെ ഒരു 5-6 പേർക്ക് മുടങ്ങിക്കിടക്കുക. ഈ തിരക്കൂട്ടുന്നതേ പെണ്ണ് കെട്ടാനുള്ള മോഹം കൊണ്ടൊന്നുമല്ല, കാശിന് വേണ്ടി തന്നെ. അതിപ്പോ ഈ പറയണോ? അന്റെ വാപ്പക്ക് പെണ്ണടിച്ച മനുഷ്യനാണ് ഞാന്. അയാളെ മോനല്ല ഈ. 6 മുളത്തിന്റെ നേർപകുതിയാണ് 3 മുളന്നുള്ള എല്ലാവർക്കും അറിഞ്ഞൂടെ? മൊയ്തീൻ കോയ ഹാജിക്കാണെങ്കിൽ പുറത്തു പറയാൻ പറ്റാത്ത 100 കൂട്ടം പ്രശ്നങ്ങളാണ് തലയിൽ. അയാൾക്ക് ഇപ്പൊ സ്വത്തും വേണ്ട, മുതലും വേണ്ട. അതിനിപ്പോ എന്താ എന്നോട് പറയാ? ഈ കുളത്തിച്ചാടി എലിന്റെ മാതിരിയാ. എന്തു പറ്റി? മൂപ്പര മൂത്ത മൂക്കും വേണം തെല്ല് വെക്കൊരു കല്യാണം നടക്കുക. അതിനെങ്ങനെ? ഏതൂനൊരു ബാധ എന്ന് പറഞ്ഞ മാതിരി ആ പൊട്ടനത്തൂന്റെ കെട്ടിയോളാന്നല്ലേ പേര്. എടുത്താ തീരാത്ത കാശുണ്ടല്ലോ കയ്യില്. പെണ്ണാണെങ്കിൽ അതിസുന്ദരി, ആരെ വേണമെങ്കിലും കിട്ടും. എന്തേ ഈ കെട്ടണോ? ഇണകളെ വേർപെടുത്താൻ അള്ളാഹു ആഗ്രഹിക്കുന്നവനല്ല. എന്നാൽ ഒരുവളെ തൃപ്തിപ്പെടുത്താനോ സംരക്ഷിക്കാനോ സാധിക്കാത്ത ഒരുത്തന്റെ കൂടെ ഭാര്യയായി കഴിയണമെന്ന് സ്ത്രീയെ ഇസ്ലാം നിർബന്ധിക്കുന്നുമില്ല. ഖത്തീബിനറിയാലോ, മൊഴി ചൊല്ലി ഒഴിയാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല. 6-7 കൊല്ലായിട്ടിന്റെ കുട്ടി കഷ്ടപ്പെടുക. ഭാര്യാഭർത്താക്കന്മാർ യോജിച്ചു പോവുകയില്ലെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും മോചനം ആവശ്യമാകുകയും ചെയ്യുമ്പോൾ
ഭർത്താവ് നൽകിയ മഹർ പ്രതിഫലമായി തിരിച്ചു നൽകിക്കൊണ്ട് ഭാര്യയ്ക്ക് അവനെ വിവാഹമോചനം ചെയ്യാം. ഹുൽഖ് എന്ന ഈ സമ്പ്രദായത്തെക്കുറിച്ച് നബി തിരുമേനി ഇപ്രകാരം പറയുന്നു. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് തന്റെ ഭർത്താവിനെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞു. നബിയെ, മതവിഷയത്തിലോ സ്വഭാവത്തിലോ എനിക്ക് വെറുപ്പൊന്നുമില്ല എന്റെ ഭർത്താവിനോട്. പക്ഷേ അദ്ദേഹത്തിന്റെ ചില ശാരീരിക വൈകല്യങ്ങൾ കാരണം എനിക്ക് ഭർത്താവ് ഒന്നിച്ച് കഴിഞ്ഞുകൂടാൻ സാധ്യമല്ല എന്ന്. അത് ന്യായമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ സ്ത്രീയോട് നബി തിരുമേനി പറഞ്ഞു, സാബിത്ത് ബിൻ ഖൈസ് നിങ്ങൾക്ക് മഹറായി തന്ന തോട്ടം തിരിച്ചു നൽകി നിങ്ങൾക്ക് അയാളിൽ നിന്ന് വിവാഹമോചനം നേടാവുന്നതാണ്. എന്നാൽ തക്കതായ കാരണം കൂടാതെ ഭർത്താവിനെ ഉപേക്ഷിക്കുന്ന സ്ത്രീയെക്കുറിച്ച് ഒരു ഹദീസിൽ നബി പറഞ്ഞതും മറക്കാതിരിക്കുക. ഏതെങ്കിലും ഒരു സ്ത്രീ തക്കതായ കാരണം കൂടാതെ അവളുടെ ഭർത്താവിനോട് ത്വലാഖിനാവശ്യപ്പെട്ടാൽ അവളുടെ മേൽ സ്വർഗത്തിന്റെ വാസന പോലും ഹറാമാകുന്നതാണ്. വേഗം ചെയ്ത് ബഹുമാനപ്പെട്ട പള്ളി ഖത്തീബ് മഹൽ അധികാരികൾക്ക്, പള്ളിക്കൽ തൊടി മൊയ്തീൻ കോയ ഹാജി മകൾ ഷക്കീല എന്ന എന്റെ ഭർത്താവ് അബ്ദു എന്നവർ കൊല്ലങ്ങളായി എന്നോട് മാനസികമോ ശാരീരികമോ ആയ യാതൊരു ബന്ധവും പുലർത്തി പോരാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയായി തുടർന്നു പോകാൻ സാധിക്കാത്തതിനാൽ ത്വലാഖിന് ആവശ്യപ്പെട്ടെങ്കിലും എന്നെ പിരിച്ചയക്കാത്തതുകൊണ്ട് അദ്ദേഹം എനിക്ക് മഹറായി തന്ന 4 പവൻ സ്വർണ്ണവള തിരിച്ചു നൽകി ഞാൻ അദ്ദേഹത്തെ ഫസഖ് ചൊല്ലുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അതു മോനെ, ദീന്റെ വിധി അനുസരിച്ച് അനക്കുള്ള കറന്താന്ന് വീട്ടല്ല, ഈ നന്നാകാൻ വേണ്ടി മൂപ്പർ എനിക്ക് തരണതാ. എന്നാ കുടിക്കും മോനെ, വാങ്ങ്.
ചോദിക്കട്ടെ. എന്ത് ഈ ഓടിയില്ല മീൻ പേരെ? എന്നെ കൂട്ടിയില്ല. ചെന്നപ്പോ ഓരെന്നെ അടിച്ച്. ഇങ്ങോട്ട് അടിച്ചാ അങ്ങോട്ട് അടിക്കണോടാ. അതാ കടപ്പുറത്തിന്റെ നിയമം. ഇതാരുടെ തറവാട്ട് സ്വത്തല്ല. കുറെ ദിവസമായില്ല അന്നെ ഇവിടെ കാണുന്നു. ഈ കടപ്പുറത്തുള്ള അല്ലേ? പിന്നെ അറിയൂല. അറിയില്ലേ? തന്നെന്നല്ലൊക്കെ ഉണ്ടാ? അറിയൂല. ഓഹോ, അതും അറിയില്ലേ? എന്താ എന്റെ പേര്? അബ്ദു. ആ, ഒന്ന് കൈവെക്ക്. ഈ പോരണോ എന്റെ കൂടെ? ആ, കണ്ടോ എന്തിനാ അറ്റത്താ കള്ളക്കളി കളിച്ചേ? ആ, വരി 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 വരി. ആ, വരി സ്റ്റാൻഡ് കയറ്റ്. ആ ആ, അല്ലോ. ആ, ഇതാ പിടിക്ക്. ഷക്കീലാക്കി കൊടുക്ക. ഏതായി ചെക്കൻ? കൊറേ ആയി കടപ്പുറത്ത് കാണാൻ തുടങ്ങിയിട്ട്. എത്തിയുമാണ്. ഇവിടെ നിർത്താനാ? ആ, ഇവിടെ ഉള്ളവർക്ക് തന്നെ നേരത്തും കാലത്തും തിന്നാൻ കൊടുക്കാൻ കഴിയാത്തപ്പോ നിക്കട്ടെ. ആണായിട്ടൊന്നും ഇല്ലല്ലോ ഈ കുടിയില്. കൊണേ വരൂ. കാണിക്കോ? കിടക്കണ സൈസ് വായവിടെ. കിടക്കണ സൈസ് വായവിടെ. ആ, വാ വാ വായവിടെ. വായവിടെ. കിടക്കണ സൈസ്. കിടക്കണാവോ കിടക്കണാവോ. ആ, വായവിടെ. കിടക്കണ സൈസ്. നോക്കി ചവിട്ടാ. ആരെ നോക്കി ചവിട്ട? ചക്രത്തിന് നോക്കണ അമുക്കേ. നല്ലൊരു പെരുന്നാളിസായിട്ട് നിങ്ങൾ ആ ചെക്കന്റെ കൈകാലും മുറിക്കും. ഒന്നുമില്ല. ഇജ്ജ് കണ്ടോ ഈ സൈക്കിളിൽ മേലെ മീനും കൊണ്ട് നാട് മുഴുവൻ പറക്കുന്റെ അബ്ദു. പെരക്കണ സൈസ് പച്ച പച്ച പത്തി പച്ച പച്ച പെരക്കണ സൈസ് മത്തി പച്ച പച്ച പെരക്കണ സൈസ് പച്ച പച്ച. ഒന്നൂടെ.